ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു സ്കൂൾ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ? വാട്ട് ഇസ് ദിസ്? പ്ലീസ് ലീവ് ഹിസ് കോളർ. എടോ, കൈവിടാനാ പറഞ്ഞേ. കൈവിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇതൊന്ന് നിർത്തിയേ. നിങ്ങൾ രണ്ടുപേരും ഈ സ്റ്റുഡൻസിന്റെ ക്ലാസ് ടീച്ചേഴ്സാ, അല്ലാതെ ഇവരുടെ ടീം ലീഡേഴ്സ് അല്ല. അത് മറന്നു പോവരുത്. പാവം ചിപ്പിമോള്. ഇവരുടെ കള്ളത്തരങ്ങളൊന്നും ചിപ്പിമോൾക്ക് അറിയില്ല. ഇവരുടെ കൂടെ കൂടിയ മോളെ നിന്റെ സ്റ്റഡീസും കൂടി ഇല്ലാതാകും. എന്താ ചിപ്പിമോളെ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നേ? മോളുടെ അമ്മ സമൂഹത്തിൽ വളരെ നിലയും വിലയുള്ളൊരു വ്യക്തിയല്ലേ. മോളിങ്ങനെ സ്കൂളിൽ തല്ലും ബഹളം ഉണ്ടാക്കിയെന്നറിഞ്ഞ അമ്മയ്ക്കത് നാണക്കേടല്ലേ? സോറി മാഡം, അത് ഞാൻ ഇവര് പറഞ്ഞിട്ട് ചെയ്തൊന്നുമല്ല. എല്ലാം എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാ. മോളെ അങ്ങനെ പറയരുത്. മോളുടെ അമ്മ ഞങ്ങളെ വിശ്വസിച്ചാ മോളെ ഈ സ്കൂളിലേക്ക് അയച്ചിരിക്കുന്നേ. മാഡം, ഈ കൂട്ടുകെട്ടിൽ നിന്ന് ചിപ്പിമോളെ വിലക്കിയില്ലെങ്കിൽ അത് ഈ സ്കൂളിന് തന്നെ അപകടമാവും. നാളെ ചിപ്പിമോളുടെ അമ്മ നമ്മളെ കുറ്റപ്പെടുത്തും. ആവണി. യെസ് മാഡം. ഇവരുടെ രണ്ടുപേരുടെയും പേരൻസിന്റെ അടുത്ത് അടുത്ത ദിവസം തന്നെ എന്നെ വന്ന് കാണാൻ പറയണം. ഓക്കെ മാഡം. അർച്ചന, അർച്ചനെ, അർച്ചന, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്താ എന്ത് പറ്റി? ഇയാളാരാ? എനിക്കറിയില്ല. ഇയാൾ എന്റെ കൈ കയറി പിടിച്ചു. നീ എന്റെ ഭാര്യയുടെ കൈ കയറി പിടിക്കുമല്ലോ. സോറി, ഒരു അബദ്ധം പറ്റിയതാ ചേച്ചി. നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവനൊക്കെ ഞരമ്പ് രോഗിയാ. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. എന്റെ ഭാര്യയാണെന്ന് കരുതിയ. തോന്നിയ പറയുന്നോടാ നിന്നെ ഇന്ന് ഞാൻ. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒരു പുല്ലും പറയണ്ട. നീ പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുന്ന റാസ്കലാണ്. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ. ഒരു അബദ്ധം പറ്റിയതാ. ചേച്ചി ഒന്ന് പറ. വീട്ടിൽ നിന്ന് വേണം ഡിസിപ്ലിൻ തുടങ്ങാൻ. നമ്മുടെ ശീലങ്ങൾ, ഉത്തരവാദിത്തം, ടൈം കീപ്പിംഗ്, സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനുള്ള തിരിച്ചറിവ്, ജോലി ചെയ്യാനുള്ള ശീലം, ഇതെല്ലാം തുടങ്ങേണ്ടത് അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെയാ. പാരന്റ്സ് ആണ് ഓരോ കുട്ടിയുടെയും ഫസ്റ്റ് ടീച്ചേഴ്സ്. വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകുമ്പോ അച്ചടക്കത്തിന്റെ വെളിച്ചം പകരുന്നത് അങ്ങനെയാ. മനസ്സിലായോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമ്മുക്കുട്ടിയുടെയും ഇന്ദുവിന്റെയും പേരൻസ്. മാഡം,
മാഡം 2 പാരന്റ്സ് കംപ്ലൈന്റ് പറയാനായിട്ട് പുറത്തു വന്ന് കാത്തുവെപ്പുണ്ട്. എന്ത് കംപ്ലൈന്റ്? എന്താ പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ട് മാഡം. ശരി, വരാൻ പറയ്. ആ സത്യങ്ങൾ ഏയ്, എന്താ? നിങ്ങൾ ആരാ? ഒരു സ്കൂൾ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ? വാട്ട് ഇസ് ദിസ്? പ്ലീസ് ലീവ് ഹിസ് കോളർ. എടോ, കൈവിടാനാ പറഞ്ഞേ. കൈവിടാനല്ലേ പറഞ്ഞത്? മാഡം, ഈ സ്കൂളിൽ വരുന്ന പേരൻസ് ഒക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാണോ പേരൻസിന്റെ അന്തസ്? ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയാവോ? കണ്ടില്ലേ, ഇതാണ് ജെന്റിൽമാൻ. അച്ചാളേ, ഏയ്, പേടിക്കാനൊന്നുമില്ല. ഇന്നും പതിവ് തെറ്റിച്ചില്ല അല്ലേ? ഇത് സ്കൂളല്ലേ അങ്കിൾ, അതെങ്കിലും ഓർക്കണ്ടേ? എന്താ ഉണ്ടായത്? ഇയാൾ എന്റെ വൈഫിന്റെ കൈയെ കയറി പിടിച്ചു. കണ്ടാ മാന്യൻ, പക്ഷേ സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയാ? എന്താ സച്ചി ഇത്? മാഡം, ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നേ? സച്ചി ഒരു ജെന്റിൽമാൻ ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒരു ജെന്റിൽമാൻ? അതിലൊരു സംശയവും വേണ്ട. എന്റെ അങ്കിൾ ഒരു ജെന്റിൽമാൻ തന്നെയാ. എന്നിട്ടാണോ ഇയാളിപ്പോ ഇങ്ങനെ പെരുമാറുന്നത്? പരസ്യമായി അന്യ സ്ത്രീകളുടെ കൈയെ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ ഇയാൾക്ക് എന്തെങ്കിലും മര്യാദയുണ്ടോ? മാഡം, നിങ്ങൾ പോലീസിനെ വിളിക്കണം. ചേട്ടാ, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. പോലീസിനെയൊക്കെ വിളിക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? നമ്മളൊക്കെ ജീവിതത്തിന്റെ പല അവസ്ഥകളിലൂടെയും കടന്നു പോയവരുമാ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മനുഷ്യൻ അത്തരം ഒരു അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത്. ഇദ്ദേഹം നിങ്ങൾ കരുതുന്നത് പോലെ ഒരു മോശം മനുഷ്യനൊന്നുമല്ലേ. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും 7-8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി. സ്വന്തം ഭാര്യയെ ജീവന് തുല്യ സ്നേഹിച്ച ഇദ്ദേഹത്തിന് അവരെ മറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തന്റെ മുന്നിൽ കാണുന്ന സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലുമെല്ലാം സച്ചി അവരെ അന്വേഷിക്കുന്നത്.